നമസ്കാരം. ഇന്ന് ഇൻ്റർനാഷണൽ ഹോളോകോസ്റ്റ് ഡേ ആണ്. ഹോളോകോസ്റ്റിൻ്റെ ഓർമ്മ ദിനം 2005 മുതലാണ് എല്ലാ വർഷവും ജനുവരി 27 ഹോളോകോസ്റ്റ് ഡേ ആയി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തത്. അതിനു മുൻപ് തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഹോളോകോസ്റ്റ് ഡേ ആയി ജനുവരി 27 തന്നെയാണ് ആചരിച്ചിരുന്നത്. പല രാജ്യങ്ങളിലും പല തീയതികളാണെങ്കിലും പൊതുവെ ഹോളോകോസ്റ്റ് ഡേ ആയി ആചരിക്കുന്നത് ജനുവരി 27 എന്തുകൊണ്ടാണ് ജനുവരി 27 ഹോളോകോസ്റ്റ് ദിനമായി ആചരിക്കുന്നത്? ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ നരബലി, അല്ലെങ്കിൽ കൂട്ടക്കൊല, അല്ലെങ്കിൽ ക്രൂര കൊലപാതകം എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ഒരു പദമാണ്. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ജൂത സമൂഹത്തിന് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണം മാത്രമല്ല, മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹീനകൃത്യം, ഏറ്റവും ക്രൂരതയാണ് വാസ്തവത്തിൽ ഹോളോകോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു ഒരു ജൂതനായിരുന്നു. ജൂത സമുദായത്തിൽ മാറ്റങ്ങൾ വരുത്തുക, ജൂത സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ പൊളിച്ചെഴുതുക എന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ദൗത്യം. അതിനുശേഷം ജൂതന്മാർ ചിതറിക്കപ്പെട്ടു. ലോകമെമ്പാടുമായി ചിതറിയ ജൂതന്മാർ അവരുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ഊന്നി ജീവിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പശ്ചിമേഷ്യയിൽ നിന്നും നിഷ്കാസിതരായ ജൂതന്മാർ ലോകത്തെല്ലായിടത്തും വേരുറപ്പിച്ചു. അവർ വലിയ പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയത്. മധ്യകാലഘട്ടത്തിൽ ജൂതന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. യേശുക്രിസ്തുവിനെ കൊന്ന സമൂഹം എന്ന നിലയിലായിരുന്നു ജൂതന്മാർ അക്കാലത്ത് ഏറ്റവും വലിയ യാതനകൾ അനുഭവിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ച് 19-ാം നൂറ്റാണ്ടിലാണ് ജൂത സമൂഹത്തിന് സാമൂഹ്യ അംഗീകാരവും ആദരവും കിട്ടിത്തുടങ്ങിയത്. ആ സമയത്താണ് വ്യവസായ വിപ്ലവമൊക്കെ ഉണ്ടാവുന്നത്. ലോകമെമ്പാടും വ്യവസായ വിപ്ലവത്തിൻ്റെ ഗുണഭോക്താക്കളായി ജൂതന്മാർ മാറി. വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും മാത്രമല്ല, മാധ്യമങ്ങൾ പോലും ജൂതന്മാരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് വന്നു. അങ്ങനെ ജൂതന്മാർ സെറ്റിൽ ചെയ്തിടത്തെല്ലാം വലിയ സ്വാധീനം അവർക്കുണ്ടാവുന്നു. അവരുടെ ബുദ്ധിയും അവരുടെ മികവും ഓരോ ഇടത്തും അവർക്ക് സ്വാധീനമുണ്ടാക്കുന്നു. ജർമ്മനി 1-ാം ലോകമഹായുദ്ധത്തിൽ തോൽക്കുമ്പോൾ അതവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അവരുടെ സാമ്രാജ്യ വിസ്തൃതി കുറഞ്ഞുപോയി. 1-ാം ലോകമഹായുദ്ധത്തിലെ ഒരു പടയാളിയായിരുന്നു ഹിറ്റ്ലർ. അങ്ങനെയാണ് നാസി പാർട്ടി രൂപം കൊള്ളുന്നത്. ജർമ്മനിയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ജർമ്മനി 1-ാം ലോകമഹായുദ്ധത്തിൽ തോറ്റതിൻ്റെ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരുമാണ് എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. സോവിയറ്റ് യൂണിയൻ ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് എന്നായിരുന്നു ഹിറ്റ്ലറുടെ പരാതി. അങ്ങനെയാണ് കടുത്ത ജൂതവിരോധം ഹിറ്റ്ലർക്കുണ്ടാവുന്നതും ജർമ്മനിയുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ ജൂതന്മാരെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നതും. 1933 ചില വലത് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ജർമ്മൻ ചാൻസലറായ ഹിറ്റ്ലർ പിന്നീട് ഏകാധിപതിയായി മാറുകയും രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ജയിലിലാക്കുകയും ഭരണഘടന പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഏകാധിപത്യ ഭരണമായിരുന്നു. എന്നാൽ ഹിറ്റ്ലറുടെ കീഴിൽ ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു. മാത്രമല്ല, ഈ ഗീബൽസിനെ പോലുള്ളവരെ ഇറക്കി ഹിറ്റ്ലർ ജർമ്മൻ ദേശീയത ഉയർത്തിപ്പിടിച്ചപ്പോൾ ഒരു പോപ്പുലിസ്റ്റ് നേതാവായി മാറി. ഈ സമയത്തെല്ലാം ജൂതവിരോധം കത്തിക്കുകയും ജൂതന്മാരൊരു പ്രശ്നമാണ്, ജൂതന്മാരെ തുടച്ചു നീക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ജർമ്മനിയിൽ ധാരാളം ജൂതവിരുദ്ധ നിയമങ്ങൾ പാസാക്കി. ഏതാണ്ട് 1500ഓളം നിയമങ്ങൾ ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ പാസാക്കി. ജൂതന്മാരെ എല്ലാവിധ സർക്കാർ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. ജൂതന്മാരുടെ സംരംഭങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. ജൂതന്മാർക്ക് സാമൂഹ്യ ഭ്രഷ്ട് തന്നെ കൽപ്പിച്ചു. അങ്ങനെ ജൂതന്മാരെ നിർബന്ധിച്ച് നാട് കടത്തുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തു. ഫലസ്തീനിലേക്ക് പൊയ്ക്കോളാൻ പറയുന്നു, മറ്റ് പലയിടങ്ങളിലേക്ക് പൊയ്ക്കോളാൻ പറയുന്നു. ജർമ്മനിയിലുള്ള ജൂതന്മാർ കഴിയുന്നതും ആളുകൾ നാടുവിട്ടു. പക്ഷേ എന്നിട്ടും ജൂതവിരോധം മാറുന്നില്ല. അങ്ങനെ ചില ചേരികൾ ഉണ്ടാക്കി ജൂതന്മാരെ അവിടേക്ക് പാർപ്പിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് 1939 ഹിറ്റ്ലർ പോളണ്ട് പിടിക്കുന്നത്. അത് 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. പോളണ്ടിലേക്ക് കടന്നു കയറിയ ഹിറ്റ്ലർ അവിടെയും ജൂതചേരികൾ ഉണ്ടാക്കി. പോളണ്ടിൽ ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ ചേരികളിലേക്ക് മാറ്റുകയും പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്തു. 2-ാം ലോകമഹായുദ്ധകാലത്ത് അനേകം യൂറോപ്യൻ രാജ്യങ്ങൾ ഹിറ്റ്ലർ പിടിച്ചിരുന്നു. നെതർലൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ്, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. ഇവിടെയെല്ലാം ഹിറ്റ്ലർ ജൂത കൂട്ടക്കൊല നടത്തി. ജൂതന്മാരുടെ പ്രശ്നങ്ങളുടെ ഫൈനൽ സൊല്യൂഷൻ പ്രത്യേക നിയമം പാസാക്കി ഹിറ്റ്ലർ പാസാക്കുകയും ജൂതന്മാരെ കൂട്ടക്കൊല നടത്താൻ അനുമതി കൊടുക്കുകയും ചെയ്തു.
ആദ്യമൊക്കെ ഒറ്റപ്പെടുത്തലായിരുന്നെങ്കിൽ പിന്നീട് വെടിവെച്ച് കൊല്ലാനും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി അവിടെ ഇട്ട് കൊല്ലാനും ട്രെയിനിലെ ഗ്യാസ് ചേമ്പറുകളിലൂടെ പുകച്ചു കൊല്ലാനും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ ജൂതന്മാരെ മുഴുവൻ കൊന്നുകളയുക എന്നതായിരുന്നു ലക്ഷ്യം. സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് കീഴടക്കി അവിടെയും ജൂതന്മാരെ കൊന്നു. ഏറ്റവും അധികം ജൂതന്മാർ കൊല്ലപ്പെട്ടത് പോളണ്ടിലായിരുന്നു. പോളണ്ടിലെ ജൂതന്മാരിൽ ഏതാണ്ട് 90% കൊല്ലപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ എടുത്ത കണക്കിൽ കുറഞ്ഞത് 60 ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. മിടുക്കന്മാരായിരുന്നത് കൊണ്ട് മാത്രം, ഒരു പ്രത്യേക സമുദായത്തിൽ പിറന്നതുകൊണ്ട് മാത്രം അവരെ തുടച്ചു നീക്കുക എന്ന നാസി ജർമ്മനിയുടെ ആശയത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കൂട്ടക്കൊല. ഹിറ്റ്ലർ 33 അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയ പീഡനം ഭയാനകമായി മാറുന്നത് 41 മുതൽ 45 വരെയുള്ള രണ്ടാം ലോകമഹായുദ്ധകാലത്താണ്. അതിലെ ഓരോരോ സംഭവങ്ങളും ഓരോരോ എപ്പിസോഡുകളെ ചെയ്യാൻ കഴിയുന്നത്രയും ക്രൂരമായ പീഡനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോളണ്ടിലെ ആഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ സംഭവിച്ചതാണ്. ആ ആഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിനെ സോവിയറ്റ് ആർമി മോചിപ്പിച്ച ദിനമായിരുന്നു 1945 ജനുവരി മാസം 27. ആ ദിവസമാണ് ലോകമെമ്പാടും ഹോളോകോസ്റ്റ് സ്മരണയായി ആചരിക്കുന്നത്. 1940 മുതൽ 45 വരെയുള്ള കാലയളവിൽ ആഷ്വിറ്റ്സിലേക്ക് ഏതാണ്ട് 13 ലക്ഷം ജൂതന്മാരെയാണ് അയച്ചത്. അവിടെ ചെന്ന് ആരും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. അത്ര കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ അവരിൽ മിക്കവരും മരിച്ചുപോയി. അവരുടെ ഒന്നും മൃതദേഹങ്ങൾ പോലും കിട്ടിയില്ല. ജനുവരി 27 റെഡ് ആർമി അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് കീഴടക്കി മോചിപ്പിച്ചപ്പോൾ രക്ഷപ്പെടാൻ ബാക്കിയായത് ഏതാണ്ട് 7000 പേർ മാത്രമായിരുന്നു. ഏതാണ്ട് 12-13 ലക്ഷം പേർ ആ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ടതിൽ 7000 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഹോളോകോസ്റ്റിന് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ എപ്പിസോഡായി ആഷ്വിറ്റ്സ് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ആഷ്വിറ്റ്സ് മോചന ദിവസത്തെ ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് ദിനമായി ആചരിക്കുന്നത്. ആ ഭീകരമായ ദിനങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് വീണ്ടും തിരിച്ചു കിട്ടി. ആ ഇസ്രായേൽ രാജ്യത്തെ ഇല്ലാതാക്കാൻ ഇപ്പോഴിതാ വീണ്ടും വംശഹത്യയുടെ വാദമുന്നയിച്ചുകൊണ്ട് ചിലരെങ്കിലും രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിനെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് 75 വർഷമായി ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മറക്കാനാവാത്ത മഹാദുരന്തത്തിൻ്റെ നാളുകളാണ് ഈ ഓർമ്മയിലൂടെ അവർ ആചരിക്കുന്നത്. ലോകം ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത ഭയാനകമായ വംശഹത്യയുടെ ദിനമാണ് ഇന്ന് ഈ ഹോളോകോസ്റ്റ് ദിനാചരണത്തിലൂടെ നമ്മളൊക്കെയും ആചരിക്കുന്നത്.